എന്ത് നല്ല മരണമാണ്. KT മാനു മുസ്ലിയാർ എന്ത് നല്ല മരണമാണ്. MM മുഹ്യിദ്ദീൻ മുസ്ലിയാർ എന്ത് നല്ല മരണമാണ്. ഈ അടുത്ത കാലത്ത് വഫാത്തായി പോയ എത്ര ആലിമീങ്ങൾ, എത്ര സാദാത്യങ്ങൾ, എത്ര ആളുകളെ എണ്ണി പറയാൻ കഴിയും. അവിടെയൊക്കെ മരണം എത്ര നല്ല മരണമാണ്. ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ എത്ര നല്ല മരണമായിരുന്നു. മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ എത്ര നല്ല മരണമായിരുന്നു. ഇന്ദരകളിൽ കഴിഞ്ഞുപോയ നമ്മുടെ സയ്യിദന്മാരെ കുറിച്ച് പഠിച്ചു നോക്കൂ നിങ്ങൾ. ഇന്ദരകളിൽ കഴിഞ്ഞുപോയ ആലിമീങ്ങളെ കുറിച്ച് പഠിച്ചു നോക്കൂ നിങ്ങൾ. നമ്മുടെ ഉമറാക്കളെ കുറിച്ച് പഠിച്ചു നോക്കൂ നിങ്ങൾ. ഈ വിശ്വാസവും ഈ ആദർശവും ശരിയായി ജീവിച്ചു പോയ ആളുകൾ എത്ര നല്ല മരണമായിരുന്നു. അതുകൊണ്ടാണ് പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരാൾ ബിദ്അത്തിൽ പെട്ടുപോയാൽ, ഒരു പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയാൽ അവന്റെ നിസ്കാരം റബ്ബ് സ്വീകരിക്കില്ല, അവന്റെ നോമ്പ് റബ്ബ് സ്വീകരിക്കില്ല, അവന്റെ സക്കാത്ത് റബ്ബ് സ്വീകരിക്കില്ല, അവന്റെ ഹജ്ജ് റബ്ബ് സ്വീകരിക്കില്ല, അവന്റെ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കില്ല. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ കണ്ട വിഷയമാണ്. പിന്നെന്തിനാ നമ്മൾ ആ പ്രസ്ഥാനത്തിൽ കൂടിയിട്ട് എന്ത് കാര്യം നമുക്കുള്ളത്? നാട്ടിലുള്ള സ്ഥാനം കിട്ടിയേക്കാം, ചിലപ്പോൾ നമ്മുടെ വീടിന്റെ പണി അവർ ഏറ്റെടുത്തേക്കാം, വീട്ടിലേക്ക് ചിലപ്പോൾ ആഴ്ച 2 കിലോ ഇറച്ചി ഫ്രീ ആയിട്ട് എത്തിച്ചേന്നേക്കാം, അതൊക്കെ ഉണ്ടായേക്കാം. അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ഇറച്ചി കിട്ടലോ അരി കിട്ടലോ വീട് റെഡിയാക്കലോ അല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. അതൊക്കെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തു തരുന്ന കാര്യങ്ങളല്ലേ. നമ്മുടെ ലക്ഷ്യം പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ആക്കിബത്ത് നന്നാവണം. ആക്കിബത്ത് നന്നാകണമെങ്കിൽ ഇമാമിങ്ങൾ പറയുന്നു, അവൻ പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലൂടെ ജീവിക്കണം. ഇനി നാളെ പരലോക രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സൂര്യൻ ചൂടുതുപ്പുന്ന രംഗം, സൂര്യൻ ചൂടുതുപ്പിക്കൊണ്ടിരിക്കുന്ന രംഗം, സൂര്യന്റെ ചൂടേറ്റ് മനുഷ്യന്മാർ ഞെട്ടോട്ടമോടുന്ന രംഗം. മനുഷ്യന്മാർ ഓടിപ്പോകുന്ന, ബാപ്പാക്ക് മോനെ വേണ്ട, മോൻക്ക് ബാപ്പാനെ വേണ്ട, ഭാര്യക്ക് ഭർത്താവിന് വേണ്ട, ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ട, ആർക്കും ആരെയും വേണ്ട, എല്ലാവരും ഞെട്ടോട്ടമോടുന്ന രംഗം. സൂര്യന്റെ ചൂടേറ്റ് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന അതിഭയാനകരമായ രംഗം. മനുഷ്യന്മാർ ഒരുമിച്ച് കൂട്ടും തന്നെ പൂർണ്ണ നഗ്നരായി, ചെരുപ്പ് പോലും ധരിക്കാൻ സമ്മതിക്കാതെ അതികഠിനമായ ചൂടുള്ള തറയിൽ അതികഠിനമായ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് കഴിയുന്ന രംഗം. ആ സമയത്ത് നമ്മൾ ദാഹിച്ചവശരായിട്ട് ഓടുന്ന രംഗമുണ്ട്. എവിടേക്കോടും ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ശഫാഅത്ത് ചെയ്യുന്നു. അവിടുത്തെ തിരുകരങ്ങളെ കൊണ്ട് ഹൗദുൽ ഖൗസിലെ വെള്ളം വാരിക്കൊടുക്കുന്നു. അത് കുടിക്കാൻ വേണ്ടി നമ്മളെ കാർത്തിയോടെ ചെല്ലുമ്പോൾ നമ്മളെങ്ങാനും പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പുത്തൻ പ്രസ്ഥാനക്കാർ അവർ മുത്തുനബിയുടെ അടുക്കലേക്ക് ഹൗദുൽ കൗസറിലെ വെള്ളത്തിന് വേണ്ടി ഓടിച്ചെല്ലുന്ന സമയത്ത് പുണ്യനബി പറയുന്ന ഒരു വാക്കുണ്ട്, നിനക്ക് വെള്ളമില്ലടാ, നീ പോടാ, നിനക്ക് വെള്ളം തരില്ല. പിന്നെ ദുന്യാവിൽ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? ദുന്യാവിൽ നമ്മൾ വിദേഹത്തിന്റെ കൂടെ കൂടി എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യമാണുള്ളത്? നാളെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുത്തൻ ആശയക്കാരെ ആട്ടി ഓടിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും സമസ്ത യോഗം കൂടി തീരുമാനിച്ച കാര്യമല്ല ഞാനീ പറയണത്. സമസ്തന്റെ ഏതെങ്കിലും ഇമാമിങ്ങൾ എഴുതി വെച്ച കാര്യമല്ല ഈ പറയുന്നത്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ഗൗരവത്തോടെ കാണാൻ കഴിയില്ല. ഒരാൾ പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഷഫാഅത്ത് കിട്ടില്ലെന്നാണ്, മുത്തുനബിയുടെ റെക്കമെൻഡ് അവർക്ക് ലഭിക്കില്ലെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലപ്പോഴും പലരും മനസ്സിലാക്കുന്ന മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, സമസ്ത, ഇതൊക്കെ കുറേ സംഘടനകൾ, പല സംഘടനകൾ കൂട്ടത്തിൽ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാം, അങ്ങനെയല്ല. അങ്ങനെയുള്ള മനസ്സിലാക്കി പോകരുത്. സമസ്തയുടെ സംഘടനയായിട്ട് നിങ്ങൾ കാണരുത്. ഇത് വിശുദ്ധമായ ആശയത്തിന്റെ പ്രതിരൂപം മാത്രമാണ്. സംഘടന ആവശ്യമായതുകൊണ്ട് അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ വിദേഹത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി. അത് മാത്രമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിലും വലുത് ഇതിന്റെ ആശയമാണ്. 1920-കളിൽ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അവർക്ക് എന്തായിരുന്നോ തൗഹീദെങ്കിൽ ആ തൗഹീദ് ഇന്ന് ശിർക്കാണ്. അന്ന് അവർക്ക് സുന്നത്തായ കാര്യങ്ങൾ ഇന്ന് ബിദ്അത്താണ്. അന്ന് ബിദ്അത്തായ കാര്യങ്ങൾ ഇന്ന് സുന്നത്താണ്. അന്ന് ശിർക്കായ കാര്യങ്ങൾ ഇന്ന് തൗഹീദാണ്. ഈ പ്രസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ കൂടാ. ഇത് മൊബൈലല്ലോ അപ്ഡേറ്റ് ചെയ്യാൻ. മൊബൈലിൽ നമ്മൾ ആപ്പുകൾ കയറ്റി കഴിഞ്ഞാൽ ഇടക്കിടക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഇന്നലത്തെ അല്ല ഇന്നുണ്ടാവുക, അത് മാറ്റം വരുത്തണം.
തൗഹീദ് എന്ന് മാറ്റാൻ പറ്റൂലല്ലോ. തൗഹീദ് ആദം നബി എന്ത് തൗഹീദാണോ പഠിപ്പിച്ചത്? അൽ അംബിയാഉ കുല്ലുഹും. ഞാൻ ബുഖാരി തങ്ങളുടെ ഹദീസിൽ കാണാം, അമ്പിയാക്കന്മാരോടൊക്കെ തൗഹീദ് ഒന്നാണ്. തൗഹീദിന് വ്യത്യാസം ഉണ്ടാവില്ല. ആദം നബിയുടെ തൗഹീദ് തന്നെയാണ് മൂസാ നബിയുടേതും ഇബ്രാഹിം നബിയുടേതും ഈസാ നബിയുടെയും മുത്തു നബിയുടെയും. എല്ലാവരും തൗഹീദ് എന്ന തൗഹീദിന് മാറാൻ പാടില്ല. പക്ഷെ ഇവർക്കോ 1921 ഒരു തൗഹീദാണെങ്കിൽ 26 ആയപ്പോഴേക്ക് വേറെയാണ്, 50 വേറെയാണ്, 2002 വേറെയാണ്, 2025 ആയപ്പോഴേക്ക് ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പൊ നബിദിനാഘോഷം 1920കളിൽ 22കളിൽ 26കളിൽ 30കളിൽ നബിദിനാഘോഷത്തെ കുറിച്ച് ഇവരുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ഇവരുടെ പുസ്തകം എടുത്ത് പരിശോധിച്ച് നോക്കുന്നത് KM മൗലവി പുസ്തകങ്ങളിൽ കാണാം, നബിദിനാഘോഷം പുണ്യമുള്ളവനാണ്. നബിദിനാഘോഷിക്കണം എന്നാ പറയണത്. പവിത്ര റബീഉൽ അവ്വൽ മാസം ഇതാ നമ്മോട് അഭിമുഖീകരിക്കാൻ പോകുന്നു. റബീഉൽ അവ്വൽ മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ആനന്ദ തുല്യരായി ഭവിക്കുന്നു. അതിനുള്ള കാരണം എന്താ? ഇതൊക്കെ ആ പുസ്തകത്തിൽ ഉദ്ധരണി ഞാൻ അങ്ങനെ വായിക്കുകയാണ്. നബിദിനാഘോഷം പുണ്യമാണ്, അത് ആഘോഷിക്കണം, മുസ്ലിമുകൾക്ക് ആഘോഷിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായ KM മൗലവി പറയുന്നു നബിദിനാഘോഷം പുണ്യമാണ്, അത് പുണ്യമുള്ള കാര്യമാണ്. ഇപ്പൊ പറയണെന്താ? നബിദിനാഘോഷം ബിദ്അത്താണ്, നബിദിനാഘോഷം പൈശാചികമാണ്, നബിദിനാഘോഷം ശിർക്കാണ്. ഒരു മൗലവി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു നബിദിനാഘോഷത്തെക്കാൾ നല്ലത് മോഷണം നടത്തലാണ്. നമ്മളെ റബീഉൽ അവ്വൽ 12 നമ്മളെ കുട്ടികളൊക്കെ വന്നിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുമ്പോൾ അവിടുത്തെ മദ്ഹ് പറയുമ്പോൾ ഇവർ പറയുന്ന അതിനേക്കാൾ നല്ല തൊട്ട വീട്ടിൽ പോയിട്ട് ആ വീടുകളൊക്കെ അടച്ചുപൂട്ടി സുന്നികൾ പരിപാടിക്ക് പോയിട്ടുണ്ടാവും, അത് പൊളിച്ചെടുത്തിട്ട് അവിടുത്തെ സാധനങ്ങൾ മോഷ്ടിക്കലാണ് നല്ലത്. ഇതിന് നമ്മൾ കൂടണോ? ഇതിന്റെ പിന്നാലെ നമ്മൾ പോകണോ? നിങ്ങൾ ആലോചിച്ചത് എങ്ങനെ അന്ന് സുന്നത്തായ കാര്യം ഇന്ന് വിധേയത്തായത്? ഇവിടെയാണ് സമസ്തകളുടെ ജമിയത്തിന്റെ പ്രത്യേകത. സമസ്തക്കൊരു മാറ്റമില്ലല്ലോ. അതിന് പഴഞ്ചനെ എല്ലാവരും വിളിച്ചോട്ടെ, യാഥാസ്ഥികരെന്ന് പറഞ്ഞോട്ടെ, അതൊക്കെ പറഞ്ഞോട്ടെ. അതാണ് സമസ്തയുടെ പ്രത്യേകത. അന്ന് എന്തേ പറഞ്ഞത് അത് തന്നെയാണ് ഇന്നും സമസ്തക്ക് പറയാനുള്ളത്. മാറ്റില്ല. കാരണം അള്ളാഹിന്റെ ദീന് മാറാൻ പറ്റൂലല്ലോ. കാലങ്ങൾക്കനുസരിച്ച് മാറേണ്ടതല്ലോ അള്ളാഹുവിന്റെ ദീൻ. ഇനി നോക്കൂ, നിങ്ങൾ ഒന്നല്ല എത്ര കാര്യങ്ങൾ. ഇപ്പൊ തറാവീഹ്, ഇപ്പൊ റമദാനായി കഴിഞ്ഞാൽ തറാവീഹ്. പണ്ട് ഇവരുടെ വാദം എന്തായിരുന്നു? 1920കളിൽ 25കളിൽ 30കളിൽ 40കളിൽ 50കളിൽ 60കളിൽ ഒക്കെ തറാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താ? തറാവീഹ് 20 റക്അത്താണ്, റമദാനിൽ മാത്രമുള്ള പ്രത്യേക സുന്നത്ത് നിസ്കാരമാണ്. പിന്നെ പറഞ്ഞെന്താ? കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു തറാവീഹ് 20 8 ഉള്ളൂ. തറാവീഹ് 8 വിത്ർ 3 കൂടി 11 റക്അത്ത്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താ? തറാവീഹ് നിസ്കാരം തന്നെ ഇല്ല. അങ്ങനെ ഇടക്കാലത്തുണ്ടായ വാദം. തറാവീഹ് നിസ്കാരം തന്നെ ഇല്ല. തറാവീഹ് എന്ന് പറഞ്ഞാലും വിത്ർ എന്ന് പറഞ്ഞാലും തഹജ്ജുദ് എന്ന് പറഞ്ഞാലും ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാലും ഖിയാമുർ റമദാൻ എന്ന് പറഞ്ഞാൽ ഒക്കെ ഒന്ന് തന്നെയാണ്, പേര് വ്യത്യസ്തമുള്ളൂ. എന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു കുട്ടി ഉമ്മാനോട്, ഉമ്മ എന്റെ അമ്മാവും വരുന്നുണ്ട്, വാപ്പാന്റെ അളിയും വരുന്നുണ്ട്, അയലൊക്കത്തെ മാമാക്ക വരുന്നുണ്ട്, ഉമ്മ ചായ ഉണ്ടാക്കൂ. ഉമ്മ പോയിട്ട് 4 ചായ ഉണ്ടാക്കി. കാരണം മോൻ പറഞ്ഞെന്താ? അമ്മാവൻ വരുന്നുണ്ട്, ഉമ്മാന്റെ ആങ്ങളെ വരുന്നുണ്ട്, വാപ്പാന്റെ അളിയൻ വരുന്നുണ്ട്, അയലൊക്കത്തെ മയമാക്ക് വരുന്നുണ്ട്. ഉമ്മ 4 ചായ ഉണ്ടാക്കി കൊടുന്ന് വെച്ച് നോക്കുമ്പോ ആകെ ഒരാളുള്ള. ഉമ്മ ചോദിച്ചു എവിടാ ബാക്കി 3 പേര്? അപ്പം പറഞ്ഞു, ഉമ്മ ഞാനെന്താ പറഞ്ഞത്? ഉപ്പാന്റെ അളിയൻ ഇതായിരിക്കുന്നു, നിങ്ങളെ ആങ്ങള സഹോദരൻ ഇതായിരിക്കുന്നു, എന്റെ അമ്മാവൻ ഇതായിരിക്കുന്നു, ഇതന്നല്ലേ നമ്മുടെ അയലോകത്തെ മയമാക്കി, ഇതൊക്കെ ഒന്നല്ലേ. ഇതേപോലെയാണ് ഇപ്പൊ മുജാഹിദ് പറയുന്നത്. തറാവീഹ് എന്ന് പറഞ്ഞാലും വിത്ർ എന്ന് പറഞ്ഞാലും തഹജ്ജുദ് എന്ന് പറഞ്ഞാലും ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാലും ഖിയാമുർ റമദാൻ എന്ന് പറഞ്ഞാൽ ഒക്കെ ഒന്നാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ ഒരു വെടിക്ക് എത്ര പക്ഷികളാ വീണത്, എത്ര ഇബാദത്തല്ലാതായത്. ഇതെല്ലാം വ്യത്യസ്ത ഇബാദത്തുകളല്ലേ. തറാവീഹ് 20 റക്അത്ത് അത് വേറെ, വിത്ർ കൂടിയാൽ 11 ചുരുങ്ങിയാൽ 1 അത് വേറെ, ഖിയാമുൽ ലൈൽ അത് എത്രയും ആവാം, തഹജ്ജുദ് എന്ന് ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരം അത് എത്രയും ആവാം. ഇതെല്ലാം കൂട്ടി ഒന്നാക്കിയിട്ട് പറഞ്ഞു. ഇപ്പോൾ പറയുന്നു എല്ലാം കൂടി ആകെ ഏറി വന്നാൽ 11 റക്അത്ത്, അതിനപ്പുറം നിസ്കരിക്കാൻ പാടില്ല, ബിദ്അത്താണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സക്കരിയ സലാഹി നേതൃത്വം നൽകിയ ഗ്രൂപ്പുകാർ പറയുന്നു അങ്ങനെ ബിദ്അത്താണ് പറഞ്ഞുകൂടാ, 11 വേണമെങ്കിൽ ആവാം. നമ്മുടെ ഏതിന്റെ പിന്നാലെ കൂടെ? നിങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക.
ഇവരെ ഇബാദത്തുകൾ, ഇവരുടെ തൗഹീദുകൾ, ഇവരുടെ ശിർക്കുകൾ എല്ലാം മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒന്നാണെങ്കിൽ ഇന്ന് വേറൊന്നാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് മാറ്റങ്ങളില്ല. കാരണം സമസ്തയായിട്ടൊരു വിഷയം തീരുമാനിക്കാറില്ല. സമസ്ത ഒരു തീരുമാനം പറയുമ്പോൾ പൂർവികർ എന്ത് പറഞ്ഞു നോക്കും, അതാണ് സമസ്ത പറയുക. അതുകൊണ്ടാണ് സമസ്ത വേക്കാത്തത്. സമസ്തന്റെ ആലിമീയങ്ങൾ കൂടിയിട്ട് അവർ ഇഷ്ടത്തിനൊരു തീരുമാനം പറയാറില്ല. പൂർവികർ ആ വിഷയത്തിൽ എന്ത് പറഞ്ഞു, മഹാന്മാരായ അയിമ്മത്ത് എന്ത് പറഞ്ഞു, അത് നോക്കിയിട്ടാണ് സമസ്ത പറയുക. അതുകൊണ്ട് തീരുമാനങ്ങളിൽ പിഴക്കാറില്ല. മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെയല്ല, അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആശയങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ 2 ഉദാഹരണം പറഞ്ഞു. ഇനി ഖുതുബയുടെ ഭാഷ. ഖുതുബയുടെ ഭാഷ എന്തായിരുന്നു? ആദ്യകാല വഹാബികളുടെ വാദം എന്തായിരുന്നു? നിങ്ങൾ പഴയകാല വഹാബികൾ വസ്തു നോക്കൂ. നിങ്ങൾ ജനാബ് കെ മൗലവി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരള മണ്ണിൽ ജന്മം നൽകിയ സാക്ഷാൽ കെ മൗലവി, അദ്ദേഹത്തിന്റെ അൽ ഇർഷാദ് മാസ്ക് വെച്ച് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. അതെന്താ പറയുന്നത്? വലാകിൻ ഹൗന ഷൈഉൻ ആഖർ യംബഗിൽ ഇൽതിഫാതു ഇലൈഹി വഹുവ അന്നാ ലം നജ്ദ് ഫീ കുതുബിൻ മിനൽ കിതാബ്. കെ മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു, അറബി പുസ്തകത്തിൽ എഴുതി വെക്കുന്നു, വലാകിൻ ഹൗന ഷൈഉൻ ആഖർ. ഇവിടെ സുപ്രധാനമായ ഒരു കാര്യമുണ്ട്, യംബഗിൽ ഇൽതിഫാതു ഇലൈഹി. എല്ലാവരും ശ്രദ്ധിച്ചേ പറ്റി. ആരാ പറയുന്നത്? കെ മൗലവി പറയാ. എന്താ അദ്ദേഹം പറയുന്നു? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വസഹാബത സഹാബത്ത്, വത്താബിഈൻ താബിഈങ്ങൾ, വത്താബിഈ താബിഈൻ ഹീനമാ യഖ്തുബൂന ഖുത്ബത്തുൽ മശ്റൂഅ. അവരാരെങ്കിലും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ ഖുത്ബ ഓതുന്ന സമയത്ത് അറബി അല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഓതിയിട്ടില്ല. ആരാ പറയുന്നത്? കെ മൗലവി. അല്ലാഹുവിന്റെ റസൂൽ അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയിട്ടില്ല, സഹാബത്ത് ഓതിയിട്ടില്ല, താബിഈങ്ങൾ ഓതിയിട്ടില്ല, തബഉ താബിഈങ്ങൾ ഓതിയിട്ടില്ല. പൂർവികരാരും തന്നെ അറബി അല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഖുതുബ ഓതിയിട്ടില്ല. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളും അത് സ്വീകരിക്കലേ വേണ്ടത്. നോക്കൂ നിങ്ങൾ, സഹാബത്ത് കേരളത്തിലേക്ക് വന്നില്ലേ? പള്ളി ഉണ്ടാക്കിയില്ലേ? കൊടുങ്ങല്ലൂർ പള്ളി ഉണ്ടാക്കി, കാസർഗോഡ് പള്ളി ഉണ്ടാക്കി, മാടായി പള്ളി ഉണ്ടാക്കിയില്ലേ? മക്കത്തെ പള്ളിക്കൊപ്പിച്ച പള്ളി, മലനാട്ടിലെ പള്ളി മാടായി പള്ളി. മക്കത്തെ പള്ളിനെ പോലെ ഒപ്പിച്ചുണ്ടാക്കിയ പള്ളിയാണ്. ആ പള്ളികളിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏതെങ്കിലും ഒരു സഹാബി, കേരളത്തിലെന്ന് വേണ്ട, ലോകത്തെവിടെയെങ്കിലും സഹാബി, അതിന് എല്ലാ സ്ഥലത്തും വെല്ലുവിളിക്കാരന്റെ വിഷയത്തിൽ, ലോകത്തേതെങ്കിലും ഒരു സഹാബി ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു ഖുത്ബ അറബിയല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഷയിൽ ഓദ്യം തെളിയിച്ചാൽ അവർ പറയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കാം. ഒരു സഹാബി ഇല്ല. ആരാ പറയുന്നത്? കെ മൗലവി പറയാ. നബിയോ സഹാബത്തോ താബിയങ്ങളോ തബഉ താബിയങ്ങളോ ഹീനമാ യഖ്തുബൂന ഖുത്ബത്തുൽ മശ്റൂഅ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഖുത്ബ ഓതുന്ന സമയത്ത് അവരാരും തന്നെ അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഖുത്ബ ഓതിയിട്ടേ ഇല്ല. ഇത് ആരാ പറയുന്നത്? കെ മൗലവി. എന്നിട്ട് കെ മൗലവി വീണ്ടും പറയുന്നു പോലെ, കെ മൗലവി വീണ്ടും പറയുന്നു വഅയ്ലൻ അന്നൽ അറബിയ്യത ലുഗത്തുൽ ഇസ്ലാം, അറബി ഇസ്ലാമിന്റെ ഭാഷയാണ്. കെ മൗലവി പറയാ. എങ്ങനത്തെ ഭാഷയാണ്? അൽ വാജിബത്തു നശ്റു അലൽ മുസ്ലിമീൻ, അത് പഠിക്കലും പ്രചരിപ്പിക്കലും മുസ്ലിമിന്റെ ബാധ്യതയല്ലേ. ഫലി അജ്ലി ഹാദിഹിൽ ഉസൂൽ, ഈ അടിസ്ഥാന തത്വം ഉണ്ടായതിനു വേണ്ടി നമ്മൾ പറയട്ടെ, നഖൂലു അന്നൽ ഖുത്ബത അർക്കാനഹാ വതവാബിഅഹാ കുല്ലഹാ ബിൽ അറബിയ. ഖുത്ബ അതിന്റെ അർക്കാനുകളും അനുബന്ധങ്ങളും ഒക്കെ അറബി ഭാഷയിലായിരിക്കണം. ഇത് പറയുന്ന ആരാ? മുജാഹിദ് പ്രസ്ഥാനത്തിന്, സലഫി പ്രസ്ഥാനത്തിന് കേരളത്തിൽ ജന്മം നൽകിയ ആ പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ മരിക്കുന്നത് വരെയുള്ള പ്രസിഡന്റ് ആയിരുന്ന ജനാബ് കെ മൗലവി. ഇപ്പൊ ഇവർ പറയുന്നതാ, ഇപ്പൊ അടുത്ത കാലത്തൊക്കെ പ്രസംഗിച്ചെന്താ? ഖുത്ബ മലയാളത്തിൽ ഓതിയില്ലെങ്കിൽ ശരിയാവൂല എന്നാ പറഞ്ഞത്. അത് പറയും ചെയ്തു. ഈ അടുത്ത കാലത്ത് ഹറമിലെ ഇമാമിനെ കൊടുന്നുകൊണ്ട് കൊച്ചിയിലൊരു പള്ളിയിലല്ല ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ജുമാ നടത്തി. അദ്ദേഹം അറബിയിലെ ഖുത്ബ ഓതിയത്. അപ്പോഴോ ആ ഖുത്ബാത്തിലായില്ലേ? അല്ലെങ്കിൽ ഇവിടെ പരിഭാഷപ്പെടുത്തണ്ടേ? അതുണ്ടായതില്ല. അവർക്ക് ഇതിനൊന്നും ഒരു വിശ്വാസമില്ല. എന്തുമാവാം, പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ എന്തേ പറഞ്ഞത്? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി,
ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് കണ്ടതെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കണം നിങ്ങളും നിസ്കരിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ അറബിയിൽ ഖുതുബ ഓതി, അറബിയിലായിരുന്നു നിസ്കരിച്ചത്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇമാമിയങ്ങൾ പറയുന്നത് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാമിയങ്ങൾ പറയുന്നു ഖുതുബ അറബിയിലായിരിക്കണം. ഇത് ഇമാമിയങ്ങൾ എഴുതി വെച്ചു, ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്. അതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇവരുടെ നേതാക്കന്മാർ പഴയ കാലത്ത് എഴുതി വെച്ചു അറബിയിലായിരിക്കണം, അതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇപ്പൊ വന്നിട്ട് പറയാം ഖുതുബാർനാൾ പ്രസംഗമല്ലേ, പ്രസംഗമാകുമ്പോൾ തിരിയണ്ടേ, തിരിയുന്ന ഭാഷ മലയാളമല്ലേ, ആ മലയാളത്തിൽ ഓതണ്ടേ. കേട്ടാ നമുക്ക് തോന്നുന്നു ശരി തന്നെയാണ്, ഖുതുബാർനാൾ പ്രസംഗമല്ലേ, പ്രസംഗമാകുമ്പോൾ തിരിയണ്ടേ, പ്രസംഗം തിരിയണ്ടേ. അപ്പൊ ഞാൻ നിങ്ങളോട്, നിങ്ങൾക്ക് ആരും അറിയാത്തൊരു ഭാഷയിൽ വല്ല തമിഴിലോ അല്ലെങ്കിൽ കന്നഡയിലോ അല്ലെങ്കിൽ വേറെ ഏതൊരു ഭാഷയിലൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾ പറയില്ല എന്തിനാ അയാളെ കൊണ്ടുവന്നത്? അപ്പൊ പ്രസംഗമാകുമ്പോൾ തിരിയണ്ടേ, ഇതാണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ കേട്ട നമ്മൾ കൂടുതൽ ആൾക്കാർ അത് പറഞ്ഞത് എന്തെങ്കിലും കാര്യമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഖുതുബ എന്ന് പറഞ്ഞാൽ കേവലം പ്രസംഗമല്ല. അവിടെയാണ് പ്രശ്നം. ഇവര് വളച്ചൊടിച്ചതാണ്. ഖുതുബയെ കേവലം ഒരു പ്രസംഗമാക്കി, പ്രസംഗമല്ല. ഇമാമിയങ്ങളൊക്കെ പറഞ്ഞെന്താ ഖുതുബ അറബിയിലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇമാമിയങ്ങൾ പറഞ്ഞെന്താ ഖുതുബ എന്ന് പറഞ്ഞാൽ കേവലം ഒരു പ്രസംഗമല്ല, അതൊരു ആരാധനയാണ്. ആരാധനയുടെ മാനദണ്ഡം എന്താ? ഇത്തിബാ. എങ്ങനെയാണ് അല്ലാഹു റസൂൽ ചെയ്തത്, എങ്ങനെയാ സഹാബത്ത് ചെയ്തത്, എങ്ങനെയാ താബിഈങ്ങൾ ചെയ്തത്, എങ്ങനെയാ തബഉ താബിഈങ്ങൾ ചെയ്തത്? പ്രസംഗമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രസംഗം എപ്പോഴും നടത്തിക്കൂടെ? പ്രസംഗത്തിന് സമയമുണ്ട്. ഇപ്പോ നമ്മൾ ഇന്ന് ഇവിടെ പ്രസംഗം വെച്ചു. ഞാൻ ഒരു ഉച്ചക്ക് വിളിച്ചിട്ട് പറയാണ്, ഇവിടുത്തെ സംഘാടകരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിന്ന് വരാൻ പ്രയാസമുണ്ട്, നിങ്ങൾ പരിപാടി ഒന്ന് മാറ്റി വെക്കണം. കുഴപ്പമില്ല, ഒരു ആയിക്കോട്ടെ, മാറ്റാം, പ്രശ്നമൊന്നുമില്ല. നാളെ കഴിവുണ്ടോ, നാളെ കഴിവ് നാളെ മാറ്റാം. എന്നാൽ പള്ളിയിൽ ഖത്തീബ് ഉസ്താദ് വിളിച്ചിട്ട് പറയാണ്, വെള്ളിയാഴ്ച രാവിലെ വിളിച്ചിട്ട് എന്നും കുറച്ച് തിരക്കുണ്ട്, ഞാൻ നാളെ വരാം, ഖുതുബ നമുക്ക് നാളെ ആക്കാം. പറ്റുമോ? പറ്റൂല. ളുഹുർ പോയിട്ട് അസർക്കാക്കാൻ പറ്റുമോ? മാറ്റാൻ പറ്റൂലല്ലോ. പ്രസംഗോ എപ്പോഴും മാറ്റാം. ഇനി പ്രസംഗം ക്യാൻസൽ ചെയ്യാം, കുഴപ്പമുണ്ട്, ഒരു പ്രശ്നമില്ല. ഖുതുബ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഖുതുബ ഓതുന്ന ആള് ഇസ്ലാം പറയുന്നു ആണായിരിക്കണം. പെണ്ണ് ഖുതുബ ഓതിയാൽ ശരിയാവൂല. മുജാഹിദ് സംഭവിക്കുന്നുണ്ടല്ലോ. മുജാഹിദ് ഒറ്റ പള്ളിയിലും വലിയ സമത്വം പറയുന്ന ആൾക്കാരാ. ഏതെങ്കിലും മുജാഹിദ് പള്ളിയിൽ പെണ്ണ് ഖുതുബ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമേരിക്കയിൽ പെണ്ണ് ഖുതുബ ഓതി. ആമിന വദൂദ് എന്ന് പറഞ്ഞൊരു പെണ്ണ് ഖുതുബ ഓതി. ആമിന വദൂദ്. അതിനൊരു കേരളത്തിലെ ലേഖനം എഴുതി ആര്? നമ്മളല്ല, നമ്മൾ എഴുതുന്നതിന് മുമ്പ് എഴുതി ആര്? ഈ പറയുന്ന ആളുകൾ എഴുതി ആ ഖുതുബ ശരിയല്ല. എന്തേ? പ്രസംഗം പെണ്ണ് പ്രസംഗിച്ചാൽ ശരിയാവൂലേ? എത്ര പെണ്ണുങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്? ആരെല്ലാം പറയാറുണ്ട്? സോണിയാഗാന്ധി ഒന്ന് പ്രസംഗിച്ചിട്ട് ആരെല്ലാം പറഞ്ഞു ആ പ്രസംഗം ശരിയല്ല. എന്തേ? സോണിയാഗാന്ധി പെണ്ണാണ്. ആരും പറയാറില്ല, അറിയില്ലല്ലോ. അനി ഏത് പാർട്ടിയാവട്ടെ ആരും അറിയില്ലല്ലോ. എന്നാൽ ഖുതുബയെ പെണ്ണോതിയാൽ സഹിയാകില്ല. ഖുതുബയും പ്രസംഗം ഒരുപോലെയല്ല. ഖുതുബക്ക് ഒതുണ്ടായിരിക്കണം, പ്രസംഗത്തിന് ഒതുവാണോ? അപ്പൊ നമ്മളെ നാട്ടിൽ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി ഒന്ന് പ്രസംഗിച്ചു, ആരെല്ലാം പറയാ പ്രസംഗം ശരിയല്ല, ഒരു കൊതുമില്ല, ആരും പറയില്ലല്ലോ. അല്ലെങ്കിൽ വി ഡി സതീശൻ ഒന്ന് പ്രസംഗിച്ചു, ഒതുമില്ല, ആരെങ്കിലും പറയോ? പ്രതിപക്ഷ നേതാവിന്റെ പ്രഭാഷണം ശരിയല്ല, അദ്ദേഹത്തിന് ഒതുമില്ല. പള്ളിക്കത്തെ ഉസ്താദ് ഖുതുബ ഓതി ഒതുമില്ലാതെ ശരിയാവൂ? ഖുതുബ കേവലം ഒരു പ്രസംഗമല്ല. ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇവരാളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ആദ്യം അതാ പറയാ ഖുതുബ പറഞ്ഞാൽ പ്രസംഗമാണ്, എന്നിട്ട് പിന്നെ പറയും പ്രസംഗമാകുമ്പോ തിരിയണ്ടേ, തിരിയുന്ന ഭാഷ മലയാളമല്ലേ, അതുകൊണ്ട് മലയാളത്തിൽ ഓതണ്ടേ. ആര് പറഞ്ഞു ഖുതുബ കേവലം പ്രസംഗമാണെന്ന്? ഖുതുബയെ കുറിച്ച് ഇമാമിങ്ങൾ പറഞ്ഞ വാക്ക് അത് ആരാധനയാണ്. കൽ അദാനി, ബാങ്ക് പോലെ, വതക്ബീറത്തുൽ ഇഹ്റാം പോലെ, വതശഹുദി അത്തഹിയാത്ത് പോലെ അതൊരു ആരാധനയാണ്. ലഅന്നഹു സിക്റും മഫ്റൂം. ഇമാമിങ്ങൾ അങ്ങനെ എഴുതി വെച്ചത്. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ പറഞ്ഞു ലിമാ ജറാ അലൈഹി അംറുൻ നാസ്, എങ്ങനെയാണോ പൂർവികരൊക്കെ ചെയ്തു പോകുന്നത് അങ്ങനെ ചെയ്യണമെന്നാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. ഇവർ പറഞ്ഞു അല്ല, ഖുതുബ പറഞ്ഞ പ്രസംഗമാണ്. എന്നാ പിന്നെ ഖുതുബ മാത്രം മാറ്റിയ പോരാ, ബാങ്ക് മാറ്റണ്ടേ? ബാങ്ക് എന്താ? ബാങ്കർ ക്ഷണിക്കല്ലേ, ക്ഷണം തിരിയണ്ടേ? നമ്മളൊരാളെ കല്യാണത്തിനൊന്ന് ക്ഷണിക്കുക, നമ്മുടെ വീട്ടിൽ വന്നിട്ട് എങ്ങനെ ക്ഷണിക്കണത്? നമുക്കറിയാത്തൊരു ഭാഷയിലൊന്ന് നമ്മൾ ക്ഷണിച്ചാൽ നമുക്ക് മനസ്സിലാകും, ആ ക്ഷണം നമ്മൾ സ്വീകരിക്കും. ആ ബാങ്കും തിരിയണ്ടേ? ബാങ്കും കൊടുക്കുക, മലയാളത്തിൽ കൊടുക്കുക. നമ്മളെ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, വഹാബി പള്ളിയിൽ നിന്ന് പടച്ചവൻ വലിയവനാണ് പടച്ചവൻ വലിയവനാണ് കൊടുക്കണ്ടല്ലേ? പണ്ട് ഇവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ കറാച്ചിയിലാണ്, ഇവിടെ വടകര, ഇവിടെ വടകര കറാച്ചിയല്ലേ, കറാച്ചി. അവിടെ പ്രശ്നം ഉണ്ടായി. ഇന്നത്തെ പഴയ കാലത്തെ പത്രക്കട്ടിങ്ങിന്റെ കയ്യിലുണ്ട്. പള്ളിയിൽ തർക്കമുണ്ടായി. നമ്മളെ പള്ളി തർക്കം അവരും തർക്കിച്ചു, ബാങ്ക് മലയാളത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. പോലീസ് ഒന്ന് ഇടപെട്ട് ചോദിച്ചു, ഇതുവരെ എങ്ങനെ കൊടുത്തിരുന്നത്? അറബിയിൽ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അങ്ങനെ അറബിയിലായതാണ്.
ശരിക്കും അങ്ങനല്ലേ കൊടുക്കേണ്ടത്? ഇവര് പറയുന്ന വാദപ്രകാരം അതും മാറ്റണ്ടേ? നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ശൈലി എല്ലായിടത്തും ഒരു ഭാഷ, എത്ര നല്ല സുന്ദരമായ ഒരു ശൈലിയാണ്. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിലേക്ക് ചെല്ലുകയാണ്, വെള്ളിയാഴ്ച ദിവസമാണ്, നമുക്കാണെങ്കിൽ തമിഴ് കൊഞ്ചം പോലും தெரியாது. അപ്പോൾ ആ പള്ളിയിൽ നിന്ന് ബാങ്ക് എടുക്കുന്നത് എന്താ കൊടുക്കുന്നത്? ആണ്ടവൻ പെരിയവൻ, ആണ്ടവൻ പെരിയവൻ, നമുക്കെല്ലാം തെറിയോ? നേരെ മറിച്ച് നമുക്ക് പള്ളിയിൽ തെരഞ്ഞെടുക്കുമ്പോൾ ബാങ്ക് കേട്ടു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എത്ര സന്തോഷം ഉണ്ടാവും നമുക്ക്. ഈ ആണ്ടവൻ പെരിയവൻ നമുക്ക് തിരിയോ? പള്ളിയിൽ പോയി ഖത്തീബ് ഖുത്ബ ഓതുന്നു. എങ്ങനെ? കേരളത്തിൽ കേട്ടതുപോലെ ഖതീബ് വന്നുകൊണ്ട് അറബിയിൽ അൽഹംദുലില്ലാഹ്, നമ്മൾ മനസ്സ് പറയില്ല അൽഹംദുലില്ലാഹ്. കേരളത്തിൽ കേട്ട അതേ ഖുത്ബ നേരെ മറിച്ച് ഖതീബ് കയറിയിട്ട് തമിഴ് ഖുത്ബ ഓതിയാലോ? എന്തൊരു അവസ്ഥ! അതുകൊണ്ട് കേമൂലി പറഞ്ഞു, വലി അജ്ലി ആദിഹിൽ ഉസൂൽ നഖൂൽ അന്നൽ ഖുത്ബത അർക്കാനഹാ വതവാബിഹാ കുല്ലഹാ ബിൽ അറബിയ. ഖുത്ബ എല്ലാം അറബിയിലായിരിക്കണം, എല്ലാം അറബിയിലായിരിക്കണം. എത്ര കൃത്യമാണത്, എത്ര നല്ല നിലപാടാണത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച, സഹാബത്ത് പഠിപ്പിച്ച, താബിഈങ്ങൾ പഠിപ്പിച്ച, തബഉ താബിഈങ്ങൾ പഠിപ്പിച്ച ഒരു രീതിയാണ് നമ്മൾ അനുവർത്തിച്ചു പോരുന്നത്. ഇനി സ്ത്രീകൾ ജുമാഅക്ക് പോകുന്നത്, ജമാഅത്തിന് പോകുന്നത്, നോക്കൂ നിങ്ങൾ, അവിടെയും എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? എന്തായിരുന്നു സഹാബത്തിന്റെ കാഴ്ചപ്പാട്? മദീനത്തെ പള്ളിയിൽ നോക്കൂ, മദീനത്തെ പള്ളിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം നിൽക്കുന്ന കാലത്ത് ഉമ്മൈദുൻ സാഇദി റളിയല്ലാഹു അൻഹ വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുന്ന മദീനത്തെ പള്ളിയിൽ മുത്തുനബി പുറത്തിരിക്കുമ്പോൾ സഹാബിയത്താകുന്ന ഈ വനിത വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഇന്നി ഉഹിബ്ബുസ് സലാത്ത മഅക യാ റസൂലല്ലാഹ്. നബിയേ, മദീനത്തെ പള്ളിയിൽ അങ്ങയോടുകൂടെ നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കണ്ടോ, മദീനത്തെ പള്ളിയിൽ അന്ന് പെണ്ണുങ്ങൾ യഥേഷ്ടം പോയിരുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. എന്താ സഹാബിയത്താകുന്ന വനിത ചോദിക്കുന്ന, നബിയെ, അങ്ങയോട് കൂടെ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? ഓ, നിന്നെ പോലുള്ള മഹിളാ രത്നങ്ങളാണ് ഇസ്ലാമിന് ആവശ്യം, കടന്നു വാ മോളെ എന്ന് പറഞ്ഞില്ല. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കെന്താ? ഖദ അലിംതു, എനിക്ക് ബോധ്യമായി മോളെ, അന്നകി തുഹിബ്ബീന സ്വലാത മഅ, നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ താല്പര്യമുണ്ട്, നിനക്ക് മനസ്സിലായി. പക്ഷേ മോളെ, മദീനത്തെ പള്ളിയിൽ നീ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് പുണ്യം നിന്റെ വീടിന്റെ ഉള്ളിൽ പോയി നിസ്കരിക്കലാണ്. ആ മഹദി, ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീർ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്, ആ മഹദി തിരിച്ചുപോയി വീടിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ സ്ഥലമുണ്ടാക്കി. പിന്നീട് ആ മഹദി നിസ്കരിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടില്ല. ഹത്താ ഫാറഖത്തി ദുനിയ, ഈ ലോകത്തോട് വിട പറയുന്നത് വരെ ആ പെണ്ണ് പുറത്തിറങ്ങിയിട്ടില്ല. ഇതല്ലേ ഇസ്ലാമിന്റെ നിലപാട്? ഇതല്ലേ ഇസ്ലാമിന്റെ നിലപാട്? പഴയകാല വഹാബി പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങൾ എടുത്ത് നോക്കുന്നു, അതിലും പറയുന്ന പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണ്ട, വീട്ടിൽ നിസ്കരിക്കണമെന്നാ. പിന്നെ ഏത് പെണ്ണ ആദ്യമായിട്ട് പള്ളിയിൽ പോയത്? മലപ്പുറം ജില്ലയിലെ ഒതായിലെ വെള്ളാറമ്പാറ ഖദീജക്കുട്ടി എന്ന് പറയുന്ന പെണ്ണാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് പള്ളിയിൽ പോയതെന്ന് പറയുന്നത് നമ്മളല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാസികയായ, അവരുടെ മാഗസിനായ പുടവ മാസികയിൽ പറയുന്നു, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് പള്ളിയിലേക്ക് പോയത് സഹാബത്തിന്റെ ഭാര്യമാരല്ല, താബിഈങ്ങളുടെ ഭാര്യമാരല്ല, തബഉ താബിഈങ്ങളുടെ ഭാര്യമാരല്ല, മഖ്ദൂമി പണ്ഡിതന്മാരുടെ ഭാര്യമാരല്ല, അവരുടെ പിൻഗാമികളുടെ ഭാര്യമാരല്ല, മമ്പറം തങ്ങളുടെ ഭാര്യമാരല്ല, പാണക്കാട്ടെ തങ്ങന്മാരുടെ ഭാര്യമാരല്ല. പിന്നെ ആരാ? കേരള ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് പള്ളിയിലേക്ക് പോയ പെണ്ണ് ഒതായിലെ മുജാഹിദ് കേന്ദ്രത്തിലെ വെള്ളാറമ്പാറ ഖദീജക്കുട്ടിയുടെ പെണ്ണാണെന്ന് അവർ പുസ്തകം രേഖപ്പെടുത്തി. നമ്മൾ ഏതാ സ്വീകരിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളി, അതിന്റെ മഹത്വം എത്രയാണ്? ചൊക്ലി പള്ളിയിലും, എന്റെ നാടായ മണ്ണാർക്കാട്ടെ പള്ളിയിലും, മലപ്പുറത്തെ പള്ളിയിലും, കോഴിക്കോട്ടെ പള്ളിയിലും, അജ്മീറത്തെ പള്ളിയാലും ശരി, ഏത് പള്ളിയിൽ പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ച 2 റക്അത്തിന്റെ കൂലി കിട്ടുള്ളൂ. പക്ഷെ മദീനത്തെ പള്ളി അങ്ങനെയല്ല, മക്കത്തെ പള്ളി അങ്ങനെയല്ല. അതിനൊക്കെ ലക്ഷക്കണക്കിന് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന പള്ളിയാണ് ആ മദീനത്തെ പള്ളി. ആരവിടെ ഇമാമ്? ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ മഅ്മൂമിങ്ങളെ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാരഥന്മാരായ സഹാബികൾ മഅ്മൂമിങ്ങളായിട്ടുള്ള പള്ളി. ആ പള്ളിയിൽ വന്നിട്ട് സയ്യിദത്തുനാ ഉമ്മു ഹുമൈദത്തുൽ സായിദി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ, ഇന്നി ഉഹിബ്ബുസ് സലാത്ത മഅക യാ റസൂലല്ലാഹ്, മദീനത്തെ പള്ളിയിൽ അങ്ങയോട് കൂടെ നിസ്കരിക്കട്ടെ. അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? മോളെ, ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ള.
എന്നിട്ടാണ് കേരളത്തിലെ വഹാബികൾ പറയുന്നത്, മോളെ വീട്ടിൽ നിന്നിട്ട് പുറത്ത് പോവാ, സലഫി പള്ളിയിൽ നിസ്കരിക്കലാണ് പുണ്യം. നമ്മൾ ഏത് സ്വീകരിക്കണം? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത് നിന്നാ പോരെ? സഹാബത്ത് പഠിപ്പിച്ചു കൊടുത്ത് നിന്നാ പോരെ? താബിയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലൗകാൻ ലഹുന്ന ഫീ ദാലിക ഫളൽ. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിൽ വല്ല പുണ്യമുണ്ടായിരുന്നെങ്കിൽ, വല്ല പുണ്യം, അങ്ങനെ ഉപയോഗിച്ച വാക്കാണ് ഫളൽ, വല്ല പുണ്യമുണ്ടെങ്കിൽ സഹാബത്തവരോട് കൽപ്പിക്കുമായിരുന്നു. സഹാബത്ത് പെണ്ണുങ്ങളോട് പള്ളിയിലേക്ക് പോകാൻ പറയുമായിരുന്നു. പക്ഷേ ഒരു സഹാബിയും ഒരു പെണ്ണിനോടും പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞതായി ഒരൊറ്റ താരീഖിന്റെ കിതാബുകളിലും ഒരു അംഗീകരിക്കപ്പെടുന്ന രേഖകളിലും കാണാൻ കഴിയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇത് കുറച്ചു കാര്യം ഞാൻ ഒരു ഭാഗം, ഈ രണ്ടാമത്തെ ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സമയം നമുക്ക് പരിമിതമാണല്ലോ. വിശ്വാസപരമായ കാര്യങ്ങൾ നോക്കൂ. നിങ്ങൾ ഇവർ ചെയ്യുന്ന പണി എന്താ? ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഗൗരവമായ ഗുരുതരമായ പണി എന്താ? ഈ ഉമ്മത്തിനൊന്നിടം കാഫറാക്കുക. ഇതാരാ തുടങ്ങി വെച്ചത്? ലോകത്ത് ആരാണ് ഈ കുഫറാരോപിക്കുന്ന പണി തുടങ്ങിയത്? സമസ്ത ആരെയും കാഫറാക്കാറില്ല. സമസ്ത ഒരു വിദേഹത്തുകാരനെ കാഫറായിട്ട് ചിത്രീകരിക്കാറില്ല. ഇവരോ നമ്മളെ കുറിച്ച് പച്ചയായിട്ട് പറയുന്നത് കാഫറാണ്. പറഞ്ഞിട്ടില്ലേ? എത്രയോ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലല്ലേ ഇപ്പൊ നമ്മളൊക്കെ കേട്ടത് ആരെ? നമ്മളെ ചുയലി അബ്ദുള്ള മൗലവി. അയാളൊന്നും ജീവിച്ചിരിപ്പോൾ ആളല്ലേ? പച്ചക്ക് പറഞ്ഞില്ലേ നമ്മളെ കാഫറാണ്. കുത്തുബിയത്ത് നടത്തുന്ന പള്ളി അത് പള്ളിയല്ല, അമ്പലമാണ്. അവിടുത്തെ ഖതീബ് അത് ഇമാമല്ല, പൂജാരിയാണ്. പറഞ്ഞതാരാ? ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മുജാഹിദ് പ്രഭാഷകന്മാരിൽ പ്രധാനിയായ ചുയലി അബ്ദുള്ള മൗലവി. പണ്ടും പറഞ്ഞില്ലേ ജനാബ് കെ ഉമർ മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു കാലത്ത് പ്രസിഡന്റ് ആയിരുന്നില്ലേ ജനാബ് കെ ഉമർ മൗലവി? തിരൂർക്കാട്ടുകാരൻ ഉമർ മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ മൗലവി. അദ്ദേഹം പച്ചയായിട്ട് എഴുതി വെച്ചില്ലേ, മുഹിദ്ദീൻ ഷേഖെ രക്ഷിക്കണമെന്ന് ഒരു വട്ടം തേടിയാൽ 4 വട്ടം കാഫറാകുന്നില്ല. നമ്മൾ കുത്തുബിയത്തിൽ എത്ര വട്ടം വിളിക്കും? കുത്തുബിയത്തിൽ മുഹിദ്ദീൻ ഷേഖിനെ എത്ര വട്ടം വിളിക്കും? നിങ്ങൾ ആരും ഉണ്ടാത്താരും വിളിക്കില്ലേ? എത്ര വട്ടം വിളിക്കും? 1000 വട്ടം അല്ലേ? എത്ര വട്ടം കാഫറാവും? ഇയാൾ പറഞ്ഞ സിദ്ധാന്തം പ്രകാരം എത്ര വട്ടം കാഫറാവും? 4000 വട്ടം കാഫറാവും. ഇതിപ്പോഴും ആ പുസ്തകം നമ്മളെ കയ്യിലുള്ളതാണ്, നിഷേധിക്കാൻ കഴിയില്ല. അവരുടെ പുസ്തകം കൃത്യമായി എഴുതി വെച്ച മലയാള പുസ്തകം എന്റെ കയ്യിലുണ്ട്, നിഷേധിക്കാൻ അവർ കഴിയില്ല. മുഹിദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് 1 വട്ടം തേടിയാൽ 4 വട്ടം കാഫറാകുന്നു. മഹാനായ ഇ.കെ. അസം മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ സമാധാനനായ പണ്ഡിതനായിരുന്നു. ശൈഖുനാ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ സഹോദരനായിരുന്നു. കേരളം കണ്ട വലിയ പ്രതിഭാശാലിയായിരുന്നു, വലിയ പ്രഭാഷകനായിരുന്നു, വലിയ ദാക്കിറായിരുന്നു, സൂഫിയായിരുന്നു, ഖണ്ഡന പ്രഭാഷകനായിരുന്നു ഇ.കെ. അസം മുസ്ലിയാർ. എന്റെ പ്രിയങ്കരനായ ഭാര്യാപിതാവ് ഷെയ്ഖുനാ മർഹൂം സി.കെ. സാദിഖ് ഉസ്താദ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സാദിഖ് ഉസ്താദ് ഇ.കെ. അസം മുസ്ലിയാർ ഒരുപാട് കാലം ഒരുമിച്ച് സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളാണ്. അസം മുസ്ലിയാർ രാത്രിയുടെ യാമങ്ങളിൽ പ്രോഗ്രാമുകൾ കഴിഞ്ഞ് നട്ടപ്പാതിരാ സമയത്ത് കോളേജിൽ കയറി വന്നാലും ഉറക്കമുണ്ടാവില്ല. ഒന്നെങ്കിൽ ക്ലാസ് എടുക്കും, ഒന്നെങ്കിൽ കുട്ടികൾക്ക് നട്ടപ്പാതിരാ സമയത്ത് ക്ലാസ് എടുക്കും, അല്ലെങ്കിൽ തഹജ്ജുദിൽ കഴിഞ്ഞുകൂടും. അത്ര വലിയൊരു മഹാൻ ഇ.കെ. അസം മുസ്ലിയാർ. അസം മുസ്ലിയാർ വഫാത്തിനോട് മല്ലിടുന്ന സമയത്ത് ജനാബ് കെ ഉമർ മൗലവി അദ്ദേഹം ബോംബെയിലായിരുന്നു. ബോംബെയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അസം മുസ്ലിയാർക്ക് തീരെ വയ്യ, മരിക്കാനായിട്ടുണ്ട്. ഇയാളെന്താ ചിതറിങ്ങൾക്ക്? ഇയാളെന്താ ചെയ്തെന്നറിയോ? ഇയാൾ ലെറ്റർ എഴുതി അസം മുസ്ലിയാർക്ക്. എന്താ കത്ത്? ആ കത്തിലെന്തറിയോ? ഇ.കെ. അസം മുസ്ലിയാർ അസ്ലിം തസ്ലം. അസം മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിം ആകണം, എന്നാൽ തസ്ലം താങ്കൾക്ക് രക്ഷപ്പെടാം. ഇല്ല, താങ്കൾ മുസ്ലിം ആകുന്നില്ല എങ്കിൽ അങ്ങയെ പിൻപറ്റിയ ആളുകളെ കുറ്റം പോലും അങ്ങേറ്റെടുക്കാൻ നിർബന്ധിതനായി തീരും. എന്ത്? അസം മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിം ആകണം. മരിക്കാൻ കിടക്കുന്ന ഒരു മഹാനോട് ഇത്ര ഗൗരവത്തോടൊക്കെ പറയണമെങ്കിൽ ഇവരുടെ മനസ്സിലിരിപ്പ് എന്താ? മരിക്കാൻ കിടക്കുന്ന ഒരു മഹാപണ്ഡിതൻ, കേരളം കണ്ട വലിയ പ്രതിഭാശാലിയായ ഒരു പണ്ഡിതൻ, ഒരു സൂഫിയായ പണ്ഡിതൻ, ഒരു ഫർദ് നിസ്കാരം പോയിട്ട് ഒരു സുന്നത്ത് നിസ്കാരം പോലും മുടങ്ങാത്ത മഹാനായ ഇ.കെ. അസം മുസ്ലിയാരോടാ പറയുന്ന, അസം മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിം അല്ല, നിങ്ങൾ മുസ്ലിം ആകണം. ഇത് അന്ന് അക്കാലത്ത് വലിയ വിവാദമുണ്ടായപ്പോൾ ഇദ്ദേഹം ആ വിവാദത്തിന് പ്രതികരിച്ചുകൊണ്ട് ആ വിവാദത്തിന് മറുപടി എന്നോണം അദ്ദേഹത്തിന്റെ സൽസബിയിൽ പിന്നെയും എഴുതി. എന്താ എഴുതിയറിയോ? ഞാൻ അസം മുസ്ലിയാരെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞു. ഞാൻ അസം മുസ്ലിയാരെ കുറിച്ച് കാഫറാന്ന് എഴുതാൻ കാരണം എനിക്ക് ബോധ്യമാണ് അദ്ദേഹം കാഫറാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി എഴുതി. എന്താ അറിയോ? അസം മുസ്ലിയാർ കാഫറാണെന്ന് സംശയിച്ചവനും കാഫറാണ്.
എത്ര വിഷമമുണ്ട് നിങ്ങൾ ആലോചിച്ചു. ഈമാനുള്ള മുസ്ലിമീങ്ങളെ പടച്ചോനെ പേടിയുള്ളവരെ നമുക്കിതിൽ പ്രയാസമില്ല. നിങ്ങളിതൊരു സംഘടനാ വിഷയമായിട്ട് ഇതിനെ കാണണ്ട. ഇതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കി. വേദനയില്ലേ നിങ്ങൾക്ക്? അസംമുലിയരെ പോലുള്ള വലിയൊരു മഹാനെ കുറിച്ച് കാഫറാണെന്ന് പറയുമ്പോൾ ആ വിഭാഗത്തിനോട് എങ്ങനെ നമുക്ക് യോജിച്ചു പോകാൻ കഴിയും? ഒരു അസംമുലിയരെ കുറിച്ച് മാത്രമാണ് അല്ല, സമസ്ത കേരള ജമിയത്തുലമയുടെ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെ കുറിച്ച് ഇദ്ദേഹം എഴുതി വെച്ചു, സരസഭയിൽ എഴുതി വെച്ചു. കേരളത്തിലെ സമസ്തക്കാർ, അന്നാരാ സംസ്ഥയുടെ പ്രസിഡന്റ് ശൈഖുനാ മർഹൂം കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അന്നാരാ ജനറൽ സെക്രട്ടറി ശൈഖുനാ മർഹൂം ശംസുല്ലമ ഇ.കെ. ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അന്ന് ആരൊക്കെയാ സമസ്തയിലുള്ളത്? സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരൊക്കെയാ? ബാഫക്കി തങ്ങളുള്ള കാലഘട്ടമാണ്. മഹാനായ സയ്യിദ് PMSA പൂക്കോയ തങ്ങളുടെ കാലഘട്ടമാണ്. ചാപ്പരങ്ങാടി ഉസ്താദുള്ള കാലഘട്ടമാണ്. അങ്ങനെയുള്ള വലിയ മഹാന്മാരുള്ള കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് അക്കാലഘട്ടത്തിൽ ജീവിച്ച ജനാബ് കെ ഉമർ മൗലവി അദ്ദേഹം എഴുതി വെക്കുകയാണ്, കേരളത്തിലെ സമസ്തക്കാർ മക്കയിലെ മുശ്രിക്കുകളെ പോലെയാണ് 50 വിഷയങ്ങളിൽ. 50 വിഷയങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകളും സമസ്തക്കാർ ബായിയാണ്, ഒരുപോലെയാണ്. എന്നിട്ട് പറഞ്ഞു, ചില വിഷയങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകളെക്കാൾ മോശമാണ് സമസ്തക്കാർ. എന്താ പറഞ്ഞ താല്പര്യം? എന്താണ് ആ പറഞ്ഞ താല്പര്യം? മക്കയിലെ അബൂജഹലിനെ ഞങ്ങൾ അംഗീകരിച്ചാൽ പോലും ശൈഖുനാ അബൂബക്കർ മുസ്ലിയാരെ ഞങ്ങൾ അംഗീകരിക്കില്ല. മക്കയിലെ ഉത്തുബത്തിനെ അംഗീകരിച്ചാൽ പോലും കണ്ണിയത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല. മക്കയിലെ ഷൈബത്തിനെ സംബന്ധിച്ചാൽ പോലും ശിഹാബ് തങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല. എഴുതി വെച്ചില്ലേ ഇവർ? നിഷേധിക്കാൻ കഴിയുമോ? ഇതിൻ്റെയൊക്കെ രേഖകൾ നമ്മുടെ കയ്യിലുള്ളതല്ലേ? നിഷേധിക്കാൻ കഴിയില്ലല്ലോ. വേദനല്ലേ നിങ്ങൾക്ക്? ഈ വലിയ മഹാന്മാർ ആരാ? കണ്ണിയത്ത് ഉസ്താദൊക്കെ ജീവിതത്തിലൊരു കറാഹത്ത്, ഷിർക്ക് പോട്ടെ, ഒരു കറാഹത്ത് ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളെപ്പോലൊന്നുമല്ലല്ലോ കണ്ണിയത്ത് ഉസ്താദ്. നമുക്ക് അവരുടെ 4 അയലത്തൂലെത്താൻ കഴിയാത്ത ആൾക്കാരല്ലേ? ഒരു കറാഹത്ത്, ഹറാമൊന്നും വേണ്ട, ഒരു കറാഹത്ത് ചെയ്തു എന്ന് കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ, ഇന്ന കറാഹത്ത് ചെയ്യുന്ന ആളാണ് കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഞാൻ വായക്കാട് വെച്ചുകൊണ്ട് കണ്ണിയത്ത് ഉസ്താദിനെ നാട്ടിൽ വെച്ചുകൊണ്ട് മുജാഹിദിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അന്നേ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വായക്കാട്ടുകാരാണല്ലോ, കണ്ണിയത്ത് ഉസ്താദ് ചെയ്തൊരു ഒരു ഹറാമ് നിങ്ങളൊന്ന് പറഞ്ഞേരും, ഒരു കറാഹത്ത് പറഞ്ഞേരും. പറയാനൊരു ആ കണ്ണിയത്ത് ഉസ്താദ് ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ സമസ്തയുടെ ആലിമീങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്, അബൂജഹലിനേക്കാൾ മോശമാണ്, ഉത്ബത്തിനേക്കാൾ മോശമാണ്, ഷൈബത്തിനേക്കാൾ മോശമാണ്. എന്തിനേറെ അടുത്ത കാലത്ത് ജീവിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞു പോയ മഹാനല്ലേ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലല്ലേ പാണക്കാട്ടെ തങ്ങളെ വീട്ടിലേക്ക് പോയിട്ട് വഹാബികൾ വീഡിയോ എടുക്കുകയാണ്. പാണക്കാട് തങ്ങൾ മന്ത്രിച്ചൂതുന്നത്, പാണക്കാട്ടെ തങ്ങൾ ഐക്കല്ല് കെട്ടിക്കൊടുക്കുന്നത്, പാണക്കാട്ടെ തങ്ങൾ ചികിത്സിക്കുന്നത്, ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ഗൾഫിൽ പ്രചരിപ്പിക്കുകയാണ്. അടിക്കുറിപ്പ് കൊടുക്കുകയാണ്. അറബിയിൽ അടിക്കുറിപ്പ് കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഈ പാണക്കാട്ടെ തങ്ങളും പാണക്കാട്ടെ തങ്ങളും പാണക്കാട്ടെ തങ്ങളെ കുടുംബവും ഒക്കെ ആളുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നവരാണ്, ഖുറാഫാത്തിന്റെ ആളുകളാണ്, അവർ അംഗീകരിക്കാൻ പാടില്ലെന്ന് ഗൾഫിലെ അറബികൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ്. എന്താ അവരുടെ ലക്ഷ്യം? പാണക്കാട്ടെ തങ്ങൾക്ക് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഗൾഫിലെ പണ്ഡിതന്മാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്, അവർക്കിടയിൽ വലിയൊരു അംഗീകാരമുണ്ട്. ആ അംഗീകാരം കളയാൻ വേണ്ടി അവർ പ്രചരിപ്പിച്ച പ്രചാരം എന്താണ്? പാണക്കാട്ടെ തങ്ങൾ മുശ്രിക്കാണ്, പാണക്കാട്ടെ തങ്ങൾ ഖുറാഫിയാണ്. ഇന്നും അതിന്റെ CD നമ്മുടെ കയ്യിലുണ്ട്. നിഷേധിക്കാൻ കഴിയോ? ഇതൊക്കെ പ്രചരിപ്പിക്കുമ്പോ പറയണ്ടേ നമ്മൾ, അരുത് സഹോദര, അരുത്, അരുത് സഹോദര, അരുത്, ഇങ്ങനെയൊന്നും മുസ്ലിമീങ്ങളെ കാഫറാക്കരുത്. എന്തുകൊണ്ട്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കാഫറല്ലാത്ത ഒരാളെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞാൽ ഫഖദ് ബാഅ കുഫ്റുഹു ഇലൈഹി, ആ കുഫ്രിയത്ത് തന്നിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഞാനൊരാളെ കുറിച്ച് കാഫർ എന്ന് പറയണമെങ്കിൽ അയാൾ കാഫറായിരിക്കണം. കാഫർ അല്ലാത്തവരെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞാൽ കുഫ്രിയത്ത് എന്നിലേക്ക് മടങ്ങി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എത്ര ഗൗരവമാണ് നിങ്ങൾ, എത്ര ഗൗരവമാണ്. എന്നിട്ടോ കാഫറ എന്ന് പറയും ചെയ്യും, നമ്മളെ കണ്ട വേമൻ സലാം പറയും ചെയ്യും. കാഫറിനോട് സലാം പറയാൻ പറ്റും? അല്ല, അത് പിന്നെ അങ്ങനെയല്ല, അത് ഞങ്ങൾ അങ്ങനെ സഹകരണത്തിന്റെ പേരിലാണ്. സഹകരണത്തിൽ അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ ഗോപാലേട്ടനുണ്ട്, നമ്മുടെ നാട്ടില് നായരേട്ടനുണ്ട്, നമ്മളുടെ രാമനേട്ടനുണ്ട്, അവരോടൊക്കെ സലാം പറയാറുണ്ട്. നമുക്കവിടെ സ്നേഹമുണ്ട്, ബഹുമാനുണ്ട്. സലാം പറയാൻ പാടില്ല, നമ്മൾ പഠിച്ചത്. ഇവരോ നമ്മളെ കണ്ട സലാം പറയും. ഇസ്ലാമിന്റെ നിയമം എന്താ? കാഫറാണെങ്കിൽ സലാം പറയാൻ പറ്റുമോ?
നമ്മളെ കുട്ടികളെ ഒരു വിവാഹം കഴിക്കൂലേ? എന്താ ഇസ്ലാമിന്റെ നിയമം? മുശ്രിക്കീങ്ങളായ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നല്ലേ? സുന്നി പെൺകുട്ടികളെ ഇവർ കല്യാണം കഴിക്കുന്നത്. അത് പറഞ്ഞ പൊരുടുത്ത് പറഞ്ഞത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ പറയരുത്, കാരണം പെണ്ണിട്ടില്ലല്ലോ. ഇവരെവിടെ ഉണ്ടാകും? ഒരു മഹലിൽ 1-2 ഉണ്ടാകും. ഇവർക്ക് പെണ്ണിട്ടുണ്ടെങ്കിൽ പിന്നെ സുന്നി പെണ്ണിട്ടുണ്ട് കല്യാണം കഴിക്കണ്ടേ? മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ഒരു കാഫറാണെങ്കിൽ പഠിപ്പിച്ചത് കാഫറാണെങ്കിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. ഇവർ ഇപ്പോഴും പ്രസംഗിക്കാറില്ലേ കാഫറാണെന്ന്? ഈ അടുത്ത മുജാഹിദ് ബാലിശ്ശേരി പ്രസംഗിച്ചത് കേരളത്തിലെ സമസ്തക്കാർ മഹാനായ സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അബൂജഹലിനേക്കാൾ മോശമാണ് പറഞ്ഞത്. അബൂജഹലിനേക്കാൾ. പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് പറഞ്ഞു, ഓരോന്നും തങ്ങന്മാരല്ല. നബിയുടെ കുടുംബമായതിന്റെ പേര് തങ്ങന്മാരാണെങ്കിൽ ഞാനും ആദം നബിയുടെ കുടുംബമാണ്, ഞാനും തങ്ങളാണ് എന്നാണ് മുബർഗിർ പൂതി സയ്യിദ് മുജാഹിദ് ബാലിശ്ശേരി തങ്ങൾ എന്ന് പറയാൻ. തങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഭരിച്ചു അങ്ങനത്തെ സാധനമല്ലോ, അതായത് പെടണ്ടേ. എന്നിട്ട് പറയാ സയ്യിദുൽ ഉലമാ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് അബൂജഹലിനേക്കാൾ മോശമാണ്. ഈ അടുത്ത് പ്രസംഗിച്ചതാ. ഇത് പറയും ചെയ്യും, നമ്മളെ കണ്ട സലാം പറയാ. നമ്മൾ ആരെങ്കിലും മരിച്ച മയ്യത്ത് നിസ്കരിക്കാൻ മുന്നിൽ കയറി നിൽക്കുക. ഖുർആൻ പറഞ്ഞ അവരെ കബറിങ്ങ് പോകാൻ പാടില്ല. അനന്തരം സ്വത്തെടുക്കാൻ പാടില്ല. വാപ്പ കാഫറാണെങ്കിൽ ആ വാപ്പാന്റെ സ്വത്തോഹരിക്കുമ്പോൾ വാങ്ങാൻ പാടില്ല. ഇവരോ വാപ്പ സുന്നിയായിരിക്കും, മരിച്ച സ്വത്തോഹരിക്കുമ്പോൾ മുന്നിൽ ഇവരുണ്ടാവും. അടുത്തും അല്ല, അതൊക്കെ സ്ഥലത്തിന് ഭയങ്കര റൈറ്റുള്ള കാലഘട്ടമാണ്. അവിടെ നിങ്ങൾ മസല പറയാൻ നിൽക്കരുതെന്നാ. അപ്പൊ ഇതാണ് ഇവർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ഈ ഉമ്മത്തിനുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിൽ കവിഞ്ഞ് വേറൊരു ചിന്ത ഇവർക്കില്ല. എന്റെ മുസ്ലിമീങ്ങളെ, ഇത് നമ്മൾ ഗൗരവത്തോടെ കണ്ടതാണ്. ഇവര് കുഫ്ർ ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ എന്തിന്റെ പേരിലാണ് കുഫ്ർ ആരോപിക്കുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധരായ അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം തേടിയതിന്റെ പേരിൽ കുഫ്ർ ആരോപിക്കുകയാണെങ്കിൽ, ഷിർക്ക് ആരോപിക്കുകയാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ആരൊക്കെ മുശ്രിക്കാകുമ്പോഴേ, ആരൊക്കെ കാഫറാകുമ്പോഴേ അള്ളാഹ് റസൂലിനെ കുറിച്ച് കുഫ്ര എന്ന് പറയേണ്ടവരില്ലേ? സഹാബത്ത് കാഫറ എന്ന് പറയേണ്ടവരില്ലേ? സഹാബത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ മുത്തുനബിന്റെ അടുക്കൽ പോയിട്ടില്ലേ? ഒരിക്കൽ മഴയില്ലാതെ മദീനത്ത് വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടപ്പോഴല്ലേ ഒരു സഹാബി ഓടി വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ വെള്ളമില്ല, മഴയില്ല നബിയേ, വല്ലാത്ത പ്രയാസത്തിലാണ്. നബിയേ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്കല്ലാതെ ആരോട് വന്ന് പറയാനാണ്? എവിടെ പോകാനാണ് നബിയേ? അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അള്ളാഹു റസൂൽ മഴ വാങ്ങിക്കൊടുത്തു. ഫത്ഹുൽ ബാരിയിൽ പറയുന്നില്ലേ, മഴ പെയ്തു, ശക്തമായ മഴ. ആ വെള്ളിയാഴ്ച തുടങ്ങിയ മഴ പിറ്റത്തെ വെള്ളിയാഴ്ചയായിട്ട് മഴ നിന്നില്ല. അപ്പൊ ഇദ്ദേഹം ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ അങ്ങ് വാങ്ങിത്തന്ന മഴയാണ്, അങ്ങ് തന്നെ നിർത്തലാക്കണം നബിയേ. അല്ലാഹു റസൂൽ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. റബ്ബേ ഞങ്ങൾക്ക് മതി, ചുറ്റുഭാഗത്തുള്ളവർക്ക് കൊടുത്തേക്ക്. മഴ നിൽക്കുന്നു, മഴ കിട്ടാനും നബിയോട്, മഴ നിൽക്കാനും നബിയോട്. ഇവരെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ആ വന്ന സ്വഹാബി കാഫർ കുഫ്ർ ചെയ്ത റസൂലുള്ളാഹി മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, പറയേണ്ടിവരില്ലേ? എത്ര സംഭവങ്ങൾ. മുത്തുനബി വഫാത്തായതിന് ശേഷമല്ലേ അവിടുത്തെ ഖബറിന്റെ അരികിലേക്ക് സയ്യിദുനാ ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസ്നി റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽപ്പെട്ട ബിലാൽ തങ്ങൾ ഓടിച്ചെല്ലുകയാണ്. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ മഴയില്ല, വെള്ളമില്ല, ജനങ്ങൾ പ്രയാസത്തിലാണ്. യാ റസൂലല്ലാഹ് ഇസ്തസ്ഖലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്. നബിയേ മഴയില്ല, വെള്ളമില്ല, അങ്ങ് മഴയ്ക്ക് വേണ്ടി തേടണം. ആരോടാ പറയുന്നത്? ഖബറിൽ കിടക്കുന്ന മുത്തുനബിയോട്. അവിടെ കിട്ടിയില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചിരിക്കുന്ന സമയത്തല്ലേ ജനങ്ങൾ ചെന്നു ആയിഷ ബീവിയോട് ഒരു സമയം മഴയില്ലാതെ വെള്ളമില്ലാത്ത ഘട്ടം വന്നപ്പോ ആയിഷ ബീവിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞില്ല, ആയിഷമ്മ മഴയില്ല. ആയിഷ ബീവി എന്തേ പറഞ്ഞത്? അള്ളാഹിനോട് ചോദിച്ചോളൂ, എന്നോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞില്ല. ആയിഷ ബീവി പറഞ്ഞെന്താ? ഉൻദുറൂ ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദേ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ ഖബറിലേ കാണുന്നത്, നിങ്ങൾ അവിടെ ചെല്ലൂ. ഫജഅലൂ മിൻകും അന്നതാലാ യകൂന ബൈന നിങ്ങൾ അവിടെ പോയിട്ട് ഒരു ദ്വാരമുണ്ടാക്കി, എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞോളൂ മഴ കിട്ടും. സഹാബത്ത് അങ്ങനെ ചെയ്തു, മഴ പെയ്തു. സുനനുദ് ദാരിമിയിൽ രേഖപ്പെടുത്തിയില്ലേ സംഭവം? ഇവരൊക്കെ കാഫറായോ? എത്ര സംഭവങ്ങൾ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവസാന സമയമാണ്, ശത്രുക്കൾ വീട്ടു തടങ്കലാക്കി.
നോമ്പുള്ള ദിവസമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നോമ്പ് തുറക്കാനായി വെള്ളം കൊടുക്കുന്നില്ല ശത്രുക്കൾ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ നായില വെള്ളത്തിന് വേണ്ടി പോയി നോക്കി, പക്ഷേ ആരും വെള്ളം കൊടുക്കുന്നില്ല. ഒരുപാട് കറങ്ങി നോക്കി, ആരും കൊടുക്കുന്നില്ല. എത്രയോ ദൂരെ പോയി നായില റളിയല്ലാഹു അൻഹ വെള്ളവുമായി കൊണ്ടുവരുന്നു. അപ്പോഴേക്ക് നോമ്പ് തുറക്കേണ്ട സമയം കഴിഞ്ഞു. വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോ പ്രിയപ്പെട്ട ഭർത്താവ് പറയുന്നു, നായില എനിക്ക് വെള്ളം വേണ്ട, ഇന്ന് ഞാൻ നോമ്പ് നോക്കാൻ പോവുകയാണ്, എനിക്ക് വെള്ളം വേണ്ട, ഇന്നലെയും ഇന്നും എനിക്ക് നോമ്പാണ്. അവ ഭാര്യ ചോദിച്ചു, ഇന്നലെ നോമ്പ് തുറക്കാൻ ആരാണ് നിങ്ങൾക്ക് വെള്ളം തന്നത്? ആരാ നിങ്ങൾക്ക് വെള്ളം തന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലൂടെ വെള്ളമങ്ങനെ ഒഴുകിക്കൊണ്ട് പറഞ്ഞു, നായില ഇന്നലെ മഗ്രിബിന്റെ സമയത്ത് നോമ്പ് തുറക്കാനായപ്പോ സമയത്ത് സൗത്ത ഞാനൊരു ശബ്ദം കേട്ടു മോളെ, ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ നോക്കിയപ്പോ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഹബീബിനെ ഞാൻ കാണുകയാണ്. മുത്തുനബി അതാ ഒരു വെള്ളപ്പാത്രവുമായി കൊണ്ടുവരുന്നു. വഫാത്തായി പോയ റസൂലുള്ളാഹ് എന്റെ അടുക്കിലേക്ക് ഒരു വെള്ളപ്പാത്രവുമായി കൊണ്ടുവരികയാണ്. വന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ ഇശ്റബ് യാ ഉസ്മാൻ, ഉസ്മാനെ കുടിക്കൂ, വേണ്ടവോളം കുടിക്കൂ. ഞാൻ കുടിച്ചു. വീണ്ടും വായിലേക്ക് വെള്ളമൊടിച്ചു തന്നു. വീണ്ടും കുടിക്കാൻ പറഞ്ഞു. വീണ്ടും ഞാൻ കുടിച്ചു. മോളെ എന്റെ ദാഹം തീരുന്നത് വരെ അവിടുന്ന് എന്നോട് കുടിക്കാൻ പറഞ്ഞു. ഞാൻ കുടിച്ചു. അവസാനം എന്നോട് പറഞ്ഞു, നാളെ നിനക്ക് വേണമെങ്കിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടി യുദ്ധത്തിൽ വിജയം കൈവരിച്ച് രാജ്യത്ത് വീണ്ടും ഭരണം നടപ്പിലാക്കാം, അതല്ലെങ്കിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടിക്കൊണ്ട് നാളെ ഷഹീദായി നോമ്പുകാരനായി നോമ്പ് തുറക്കാൻ ബർസഖിയായ ലോകത്ത് നമുക്കൊരുമിച്ച് കൂടാ. ഏതാണ് ഉസ്മാനെ വേണ്ടത്? ഉസ്മാൻ റളിയല്ലാഹു പറയാണ്, മോളെ നായില എന്നോട് മുത്തുനബി അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, നബിയേ എനിക്ക് ഇനി രാജ്യം ഭരിക്കണ്ട, എനിക്ക് നാളെ ഷഹീദായാൽ മതി. പിറ്റേ ദിവസം സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദാവുകയാണ്. നോമ്പുകാരനായിട്ട് ഷഹീദായി. പറയാൻ പറ്റുമോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാഫിറാന്ന് പറയാൻ ഇവരെന്താ എഴുതി വെക്കുന്നത്? മരണപ്പെട്ടു പോയ മഹാന്മാരെന്ന് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ കാഫറാണ്, ഇസ്ലാമിക വൃത്തന്ന് പുറത്താണെന്ന് അവർ എഴുതി വെക്കുന്നത്. പറയേണ്ടി വരില്ലേ, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാഫറാണ്, മുശ്രിക്കാണെന്ന് പറയേണ്ടി വരില്ലേ? ഇങ്ങനെ ഇന്നലകളിൽ കഴിഞ്ഞു പോയ മഹാന്മാർ നോക്കൂ നിങ്ങൾ. നമ്മുടെ നാട്ടുകാരിലെ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു, വെളിയങ്കോട്ടുകാരൻ ഉമറുൽ ഖാദി റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് വന്നില്ല, യാ അക്റമൽ ഖുറമാ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബി وجفدم صالب عينيني من حب قلبي سيد الكونين حيم وميتم في التراب رميما صلوا عليه وسلموا تسليما. പൊട്ടിക്കരഞ്ഞ് 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പദ്യം പാടിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ അങ്ങയുടെ പരിശുദ്ധമായ ഖബറിന്റെ അരികിലേക്ക് പാവപ്പെട്ട ഉമറുൽ ഖാദി വന്നിരിക്കുന്നു, യാ റസൂലുള്ളാഹ്. നബിയെ വിളിച്ചുകൊണ്ട് സഹായം തേടി പൊട്ടിക്കരഞ്ഞു. പറയേണ്ടി വരില്ലേ ഉമറുൽ ഖാദി കാഫറാണെന്ന്? മമ്പർ ഞങ്ങളെ കുറിച്ച് പറയണ്ടല്ലേ കാഫറാണെന്ന്? ഫസൽ പൂക്കോയ തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ കാഫറാണെന്ന്? കായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നിങ്ങൾക്കറിയില്ലേ, ഹജ്ജിന് പോകുമ്പോൾ തന്റെ കവിലാടിയിലെ വസീദിലെ ആൾക്കാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പരിശുദ്ധമായ മങ്കൂസ് മൗലൂദിലെ ഇർതകബതു അലൽ ഖതാ ഗൈറ അസ്രിൻ വഅദദ് ലക അഷ്കു ഫിഹി യാ സയ്യിദി ഖൈറൻ നബി, ഈ ഇസ്തിഗാസ നടത്തിയിട്ടില്ലേ മഹാനായ ബാഫക്കി തങ്ങൾ ഹജ്ജിന് പോയത്? പറയേണ്ടി വരില്ലേ ബാഫക്കി തങ്ങൾ കാഫറാണെന്ന്? പാണക്കാട്ടെ തങ്ങൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാഫറാണെന്ന്, കണ്ണിയത്ത് ഉസ്താദ് കാഫറാണെന്ന്, ശംസുൽ ഉലമ കാഫറാണെന്ന്, ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാന്മാരെ കുറിച്ച് ഒന്നടങ്കം പറയേണ്ടി വരില്ലേ, അവരൊക്കെ കാഫറാണ്. ഇനി നിങ്ങൾ നിങ്ങളെ പള്ളി ഖബർസ്ഥാനിൽ ചെല്ലും. ആ പള്ളി ഖബർസ്ഥാനിലെ ഖബറുകളൊന്ന് പരിശോധിച്ചു നോക്കുക. ആരാ? നമ്മുടെ ബാപ്പമാരയിലുണ്ട്, അവരൊക്കെ സുന്നികളല്ലേ? നമ്മുടെ വല്യപ്പന്മാരവിടെ ഉണ്ട്, അവരൊക്കെ സുന്നികളല്ലേ? നമ്മുടെ വല്യമ്മമാരവിടെ ഉണ്ട്, അവരൊക്കെ സുന്നികളല്ലേ? നിങ്ങളൊരു സർവെടുത്ത് നോക്കും, നിങ്ങൾ അവിടുത്തെ ഖബറുകളിൽ 99% ഖബറുകളും സുന്നികളെ ഖബറായിരിക്കും. ഇവരുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ അവരൊക്കെ കാഫർ. ഇതിനൊപ്പം നമ്മൾ കൂടണോ കൂടണ്ടേ?